അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഇനി ഉണ്ടാകുമോ എന്നതാണ് ഈ നേരം പുലർന്നത് മുതൽ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തൽക്കാലം സാധ്യമല്ല. എങ്കിലും ഡൊണാൾഡ് ട്രംപ് പിന്നിൽ നിന്ന് കുത്താൻ ഏറെ സാധ്യതയുണ്ട്. കാരണം ഇതാണ്, ഡൊണാൾഡ് ട്രംപ് വ്ളാദിമിർ പുടിന് നൽകിയിരിക്കുന്ന സമയപരിധി 1-2 ആഴ്ചകളിൽ മനസ്സിലാക്കാമായിരുന്നു. ഇപ്പോഴിതാ 50 ദിവസത്തെ സമയപരിധി നൽകിയിരിക്കുകയാണ്. എന്തിനാണ്? ട്രംപിന് എല്ലാ കോപ്പും തയ്യാറാക്കി വയ്ക്കാനാണ്, കോപ്പ് കൂട്ടാനാണ്. ഉക്രൈനുമായുള്ള യുദ്ധം നിർത്തി സമാധാനത്തിലേക്ക് പോകാനാണ് ട്രംപിൻ്റെ വക ഈ 50 ദിവസത്തെ സമയപരിധി. അല്ലെങ്കിൽ വിവരമറിയുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓർക്കണം, ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറഞ്ഞ് നടന്ന ട്രംപാണ് ഇപ്പോൾ കിടന്ന് ചിലയ്ക്കുന്നത്. പുതിനല്ല കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്നുകൂടി ഓർക്കണം. റഷ്യക്കെതിരെ 100% എന്ന രണ്ടാം ഘട്ട താരിഫുകൾ വീണ്ടും ചുമത്താൻ ഒരുങ്ങുകയാണ് ട്രംപ്. വീണ്ടും അങ്ങനെ സ്ഥിതിഗതികൾ സങ്കീർണമാകുന്നു. യൂറോപ്പിന് 35% റഷ്യയ്ക്ക് 100%, ഇന്ത്യക്കും ചൈനയ്ക്കും അടുത്തത് 500% വീണ്ടും റഷ്യ ഉക്രൈനിൽ തുടരുകയാണ്. വീണ്ടും റഷ്യ ഉക്രൈനിൽ ആക്രമണം തുടരുകയാണ്. അതുകൊണ്ട് ഇനി ഇളവില്ലെന്നാണ് ട്രംപിൻ്റെ നിലപാട്. അതുകൊണ്ട് തീർന്നില്ല. US നാറ്റോയ്ക്ക് തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ പാട്രിയോട്ട് മിസൈൽ അടക്കം കൈമാറുന്നു. നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ ആയുധങ്ങൾ ഉക്രൈനിൽ വരെ എത്തിക്കും. അങ്ങനെ ആയുധങ്ങൾ റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ പ്രയോഗിക്കും. അപ്പോൾ ട്രംപിന് കാര്യങ്ങൾ രണ്ട് നടക്കും. ഒന്ന്, തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ നാറ്റോയ്ക്ക് വിൽക്കാം, നാറ്റോ അതെടുത്ത് ഉക്രൈന് നൽകും, റഷ്യക്കെതിരെ ആ ആയുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ പുടിൻ്റെ ഓഫീസോ പിന്നെയും പ്രതികരിക്കുന്നില്ല. കഴിഞ്ഞ 2 മാസം ട്രംപ് കിടന്ന് ശ്രമിച്ചതാണ് പുടിനെ ഒന്ന് വരുതിയിലാക്കാൻ. എന്നിട്ട് നടക്കുന്നില്ല, ഇവിടെയും കൊണ്ട് തീർന്നില്ല. ട്രംപിന് നാറ്റോയെ കൊണ്ട് റഷ്യയെ ആക്രമിച്ച് ഒരു യുദ്ധം കൂടി ഉണ്ടാക്കിയെടുക്കണം, ഒന്ന് തുടങ്ങി വയ്ക്കണം. എങ്ങനെ? ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതുപോലെ. എന്നിട്ട് എന്തായിരുന്നു? അതിൻ്റെ ഇടയ്ക്കൂടി കയറിയാണ് ട്രംപിൻ്റെ B-2B ബോംബർ വിമാനങ്ങൾ ഇറാനിൽ മിസൈലുകൾ വർഷിച്ചത്. അതുപോലെ ഇക്കുറിയും ഇത്തവണ ഇവിടെയും നാടകീയമായി തന്നെ ഈ യുദ്ധത്തിനിടയ്ക്ക് കയറി റഷ്യയിൽ ബോംബിടണം ട്രംപിന്. അതാണ് ട്രംപിൻ്റെ തന്ത്രം. ഉപരോധങ്ങൾ പക്ഷേ പുടിന് പൊത്തിരിയൊന്നുമല്ല. നിലവിൽ 2000-ഓളം ഉപരോധങ്ങൾ പുടിൻ്റെ പേരിലുണ്ട്. അന്താരാഷ്ട്ര കോടതിയിൽ അറസ്റ്റ് വാറണ്ട് വരെയുണ്ട്. വീണ്ടും പക്ഷേ പുടിനെതിരെ കടുത്ത ഉപരോധങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ട്രംപ്. ഓർക്കണം, ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം വിളിച്ച ലോക നേതാക്കളൊരാൾ പുടിനാണ്. തന്നെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു, നല്ലവനാണ് എന്നൊക്കെയാണ് അന്ന് ട്രംപ് പുടിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് ആഴ്ചയിലൊരിക്കൽ ഇരുവരും തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഒന്നുകിൽ ഉക്രൈൻ വിഷയത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ വിഷയത്തിൽ ഒക്കെ. ഇറാനെതിരെ ട്രംപിൻ്റെ B-2B ബോംബർ വിമാനങ്ങൾ ആക്രമണം നിർത്തി ബേസുകളിലേക്ക് മടങ്ങിയതുപോലും പുടിൻ്റെ ട്രംപിനോടുള്ള ആ ഒറ്റ ഫോൺ കോളിലാണ്. അപ്പോൾ ട്രംപല്ല, പുടിനാണ് ആദ്യം ട്രംപിനെ ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കലിപ്പിപ്പോഴും ട്രംപിനുള്ളത്. ട്രംപിനതൊരു സുവർണ അവസരമാണ്. പുടിനെ, റഷ്യയെ ലോകരാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തുക എന്നതാണ് ട്രംപിൻ്റെ അടുത്ത ശ്രമം. അതിനാണ് ഇന്ത്യ, ചൈന തുടങ്ങിയ റഷ്യയുടെ ബിഗ് ബയർമാർക്കെതിരെ കടുത്ത താരിഫുകൾ കൊണ്ടുവരുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. 1-2മല്ല, 500% താരിഫാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ യൂറോപ്പിന് നൽകിയ 35% അധിക താരിഫിന് ശേഷം ഇനി വരാൻ പോകുന്നത് ഇങ്ങനെ ഇന്ത്യയും ചൈനയുടെയും താരിഫായിരിക്കുമെന്നായിരുന്നു. പക്ഷേ അതിനിടയിൽ റഷ്യക്കിട്ടൊരു 100% താരിഫ് കൂടി ഇതാ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും US താളത്തിൽ തുള്ളുന്ന ഫ്രാൻസ് ഒഴികെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഓർക്കുന്നില്ല തങ്ങളുടെ സാമ്രാജ്യങ്ങൾ ട്രംപിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുപോയി പണയം വയ്ക്കുകയാണെന്ന്. അപ്പോഴും പുടിൻ മിണ്ടില്ല. കാരണം ആ മൗനത്തിൻ്റെ അർത്ഥം ഉക്രൈൻ വർഷങ്ങൾക്ക് മുമ്പേ അറിഞ്ഞു തുടങ്ങിയതാണ്. അതിപ്പോഴും അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണം, അതാണ് ലോകത്ത് വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. പക്ഷേ ഉക്രൈൻ നാറ്റോയുടെയോ US പപ്പറ്റായി തുള്ളാൻ പാടില്ല. ഉക്രൈനിൽ US നാറ്റോയുടെയോ ഒരു സൈനിക ബേസ്, അതാണ് ട്രംപിൻ്റെ വർഷങ്ങളായുള്ള ആഗ്രഹം. ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു തങ്ങളവിടെ ഒരു ബേസ് തുടങ്ങുമെന്ന്. ആ ലക്ഷ്യത്തിലേക്കാണ് ട്രംപ് ഇപ്പോഴും അടുത്തുകൊണ്ടേയിരിക്കുന്നത്. യൂറോപ്പിന് ഭീതി, റഷ്യ എങ്ങാനും ഉക്രൈൻ കൈയടക്കി കഴിഞ്ഞാൽ റഷ്യയുടെ അടുത്ത ലക്ഷ്യം യൂറോപ്പിലെ ചെറു രാജ്യങ്ങളാണെന്നാണ്. കാരണം ഉക്രൈന് തൊട്ടടുത്ത് കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ കീഴടക്കാൻ വളരെ എളുപ്പമാണ്. അതുതന്നെയാണ് യൂറോപ്യൻ യൂണിയനെ ട്രംപിൻ്റെ കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതും. പുടിൻ പേടി. പക്ഷേ
അതൊരു സ്ഥിരം തണലല്ല. ഏത് നിമിഷവും ട്രംപ് ഇതിൻ്റെ കുട മടക്കി സ്ഥലം കാലിയാക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഒന്ന് അറിഞ്ഞിരിക്കണം. പുടിൻ മൗനം പാലിക്കുന്നതിൻ്റെ കാരണവും അധികം താമസിയാതെ തന്നെ നമുക്ക് മനസ്സിലാവും.